ആ പപ്പി, പണ്ട് ദിനേശ് ചേട്ടനും മോളും പോയി കഴിഞ്ഞാൽ ഞാൻ ഉച്ച 2-2:30 വരെ ഒരു ഉറക്കമുണ്ട്. ഇപ്പം ആ ടൈം ഓഫീസിലിരിക്കുമ്പോഴേ അപ്പം ഈ കണ്ണിൻ്റെ മുകളിൽ എന്തോ ഒരു വെയിറ്റ് വെച്ച പോലെ ഞാൻ ഇങ്ങനെ തൂക്കും. ഏത് പപ്പിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് എന്നാണെന്ന്. നമ്മളിവിടെ ഓഫീസിൽ ടെൻഷൻ അടിച്ച് ജോലി ചെയ്യുമ്പോല്ലേ, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ആ സമയം ദിനേശ് ചേട്ടൻ വീട്ടിലിങ്ങനെ കിടന്നുറങ്ങുവാന്നുള്ള ഒരു മനോവിഷമം എനിക്കുണ്ട്. ഇത് മനസ്സിലായില്ലേ കാര്യം? ബാക്കി ജോലിക്കൊന്നും ഒരു പ്രശ്നമില്ല. Sir, give me 5 minutes, sir. I will send it now. Sir, give me 10 minutes. Sure, sir. റിപ്പോർട്ട് അയക്കുന്നുണ്ട്. ഇവിടെ ആവാണ്ട് എനിക്ക് അയക്കാൻ കഴിയായിരുന്നു. സ്വരൂപേ, ഇത് നല്ലൊരു പരിപാടിയല്ലേ, നല്ല ഐഡിയ ആണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിന്റെ മുന്നിൽ തന്നെ ഇരുന്നാൽ മതിയല്ല, ഒന്നും ആലോചിക്കണ്ടല്ല. ചോദിച്ചാ പറയും, എന്നാ പറയാ ഓഫീസിലെ പണി തീർന്നിട്ടില്ലാന്ന്. ചോദിച്ചാ പറയുമല്ലോ ഓഫീസിലെ പണി തീർന്നിട്ടില്ലാന്ന്. എന്നാ അവസ്ഥ. സർ, സെൻഡിങ് സർ. ദിനേശേട്ടാ, സാലറി ക്രെഡിറ്റഡ്. ഇതാ നമ്മളെ ഫ്ലാറ്റിന്റെ ചെക്ക് ഡേറ്റ് ആണെന്നറിയില്ലേ? 5,500 ദിറം 2-ാം തീയതി. അതെനക്ക് ഓർമ്മയുണ്ട്. പിന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബില്ല് 592 ദിറംസ്. പിന്നെ ഇന്റർനെറ്റ് ബില്ല് 314 ദിറംസ്. പിന്നെ നമ്മളെ മോളൂട്ടിൻ്റെ സ്കൂൾ ഫീസ് അറിയാലോ, 970 ദിറംസ്. തീർന്നിട്ടില്ല, ബസ് ഫീസ് 534 ദിറം. പിന്നെ ഞാൻ അയച്ചു തരുന്ന ഈ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കാറുണ്ടല്ലോ അല്ലേ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ലേ? കഷ്ടമായല്ലോ. അതെ, 3 കാർഡും കൂടി ചേർത്തിട്ട് ഒരു 2,975 ദിറം 35 ഫിൽസ്, ഇഫ് ഐ ആം നോട്ട് റോങ്. 2,975. മറന്നോ? കഷ്ടമായല്ലോ. നമ്മൾ 3 മാസം മുമ്പേ നിന്റെ കസിൻ സിസ്റ്ററിന്റെ മാരേജിന് ഒരു 1 പവൻ എടുത്തിട്ടില്ലേ? 1 പവന്റെ വള. 1 പവൻ തന്നെ എന്തായാലും കൊടുക്കണം. എനക്ക് നാണം കെടാനൊന്നും കഴിയില്ല. 1 പവൻ എത്ര റുപ്യാന്ന് ചോദിച്ചിട്ട് എന്തിട്ടാ ചിന്തിക്കണേ? ആ വള ഈ കാർഡ്